ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഷോർട്ട് കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഗിവ് എവേയുടെ കാര്യം ആരും മറന്നു പോകരുത്. ഇപ്പോൾ ചാനൽ 4K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. 5K ആയിട്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഗിവ് എവേ ചെയ്യാൻ പോകുന്നത്. അതും റെഗുലർ വ്യൂവേഴ്സിനാണ് മുൻഗണന ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. 2.5 മീറ്റർ കോട്ടൺ ക്ലോത്ത് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. തുണി ഞാൻ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഈ ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുന്നതിൻ്റെ വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ടോപ്പിൻ്റെ ഏകദേശം ഒരു വീതി, തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ടുള്ള വീതിക്ക് അനുസരിച്ചിട്ടാണ്. തുണി മാക്സിമം വേസ്റ്റ് ആക്കാണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലെങ്ത്ത് ഇപ്പോൾ ഇവിടെ വേണ്ടുന്നത് 28 ഇഞ്ചാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. 7 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതേ 7 ഇഞ്ച് തന്നെയാണ് ആം ഹോളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു ബോക്സ് ആക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ലൈനിലേക്ക് നമുക്ക് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ഹാഫ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു 2 മാർക്കിങ്ങും കൂടി ചേരുന്ന രീതിക്ക് നമുക്ക് കർവ് വെച്ചിട്ട് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമുക്ക് ഷേപ്പിൻ്റെ മാർക്കിങ് കൊടുക്കാം. ഷേപ്പ് ഇപ്പം കാര്യമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിൽ ആ ഒരു ടൈറ്റ് ചെയ്തിട്ട് വരുന്ന നോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാനായിട്ട് 19 ഇഞ്ച് മുകളിൽ നിന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടുത്തെ വീതി നമുക്കൊരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലിറ്റിൻ്റെ അവിടെ 1.5 ഇഞ്ചാണ് ഞാൻ എപ്പോഴും തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാറുള്ളത്. അത് പിന്നീട് സ്ലിറ്റ് അടിക്കുമ്പം 1 ഇഞ്ചാക്കിയിട്ട് കട്ട് ചെയ്ത് കളയുക ചെയ്യാറ്. ഇനി താഴത്തെ വീതി 11.5 ഇഞ്ചും അതിൻ്റെ കൂട്ടത്തിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നെക്ക് വിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഷോൾഡറിൽ നിന്ന് 1/2 ഇഞ്ച് 1/4 ഇഞ്ച് നമുക്കൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് നമുക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ആദ്യം കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് ആം ഹോളിൻ്റെ കൂടി പിന്നീട് 2 പീസ് മാത്രം, ഒരു ഒറ്റ ഫോൾഡ് വരുന്ന ആ ഒരു പീസ് മാത്രം വെച്ചിട്ട് ആം ഹോള് കുഴിച്ചും കൂടി ഒന്ന് വെട്ടിക്കൊടുക്കാം. ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവാണ്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ എല്ലാ കമൻസും ഞാൻ കാണുന്നുണ്ട്. കോളറിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയും നേരം കണ്ടതിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അതിനായിട്ട് തുണി ഞാൻ നീളത്തിൽ കുറച്ച് ലെങ്ത്തിൽ തന്നെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. മുകളിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മൾ ലൈൻ വരച്ചു കൊടുത്തു. ഇനി ഈ ഒരു ലൈനിന് താഴത്തേക്ക് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 27 ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ബോഡി പാർട്ടിൻ്റെ ബാക്ക് വശം എടുത്തിട്ട് അതിൻ്റെ ആം ഹോളൊന്ന് നമുക്ക് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് അളന്നു കൊടുക്കാം. മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് അളന്നാൽ മതി. അത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം 1/2 ഇഞ്ച് അങ്ങ് പോകുമല്ലോ. എന്നിട്ട് ആ ഒരു അളവ് നമുക്കിങ്ങനെ ചെരിച്ചിട്ട് ഈ ഒരു 3.5 ഇഞ്ചിൻ്റെ ആ ലൈനിലേക്ക് ഏത് പോയിന്റിലാണ് നമ്മൾ അളന്ന് ആ ഒരു പോയിന്റ് എവിടെയാണ് മുട്ടുന്നത് വെച്ചാൽ അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കാണുക. അത് നമുക്ക് 4ആയിട്ട് ഭാഗിച്ചു കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റത്തെ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ പോയിന്റിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത ആം ഹോൾ എടുത്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്താലും മതിയേ. ഇനി നമുക്ക് ഈ ഒരു താഴത്തെ സ്ലീവിൻ്റെ താഴത്തെ വീതി ഒരു 9 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ഈ സ്ലീവിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നമുക്കൊരു 5 5.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങനെ ആ ഒരു പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
താഴത്ത് ആ ഷേപ്പ് കൊടുക്കുന്നത് പറയാനൊന്ന് മറന്നുപോയി. നമ്മുടെ സ്ലീവ് റൗണ്ട് താഴത്തെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടുന്ന് മുകളിലേക്ക് നമുക്കൊരു 1.5 ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് കയറ്റിയിട്ട് അതൊന്ന് കർവ് ചെയ്തിട്ട് വരച്ചും കൂടി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാമേ. ഇനി നെക്ക് കട്ട് ചെയ്യാനായിട്ട് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണുള്ളത്. ഇവിടെ നമുക്ക് 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ലെങ്ത്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്വീറ്റ് ഹാർട്ട് നെക്കാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് ആദ്യം ഒരു ബോക്സ് ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തതിൽ നിന്ന് 1.5 ഇഞ്ചോ 1.25 ഇഞ്ചോ ഒക്കെ നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മാർക്കിങ്ങിൽ നിന്ന് പുറത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ എടുക്കാം കേട്ടോ. നെക്കിന് ഒരുപാട് വീതി വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ 1/2 ഇഞ്ച് കൊടുത്തത്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ആ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ഒരു ഷേപ്പിൽ കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. പുറത്തേക്കും ഇതേ ഷേപ്പിൽ തന്നെ 1 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫ്രണ്ട് നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ഇതേപോലെ തന്നെ ക്യാൻവാസ് പേപ്പർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് 3 ഇഞ്ച് നെക്ക് വിഡ്ത്തും 5 ഇഞ്ച് നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ക്വയർ ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് പുറത്തേക്ക് 1 ഇഞ്ച് ഇപ്പം കൊടുത്തതുപോലെ തന്നെ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതാ 2 നെക്കും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതൊരു പീസ് തുണിയിലേക്ക് അയൺ ചെയ്ത് കൊടുക്കാം. തുണിയുടെ ചീത്തവശത്തേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഈ ക്യാൻവാസിന് ഒരു ഗ്ലിറ്ററിങ് പോലത്തെ ഭാഗം ഉണ്ടാവും. ആ ഭാഗം നമ്മുടെ തുണിയിലേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതാ ക്യാൻവാസ് ഒരു പീസ് തുണിയിൽ ഇങ്ങനെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഭാഗം എടുത്തിട്ട് തുണിയുടെ നല്ല വശത്തേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നെക്കിന്റെ നല്ല വശം വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ എന്താ ഇവിടെ പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ക്യാൻവാസിന്റെ സൈഡിലൂടെ ഇങ്ങനെ നമ്മുടെ ആ ഒരു നെക്കിന്റെ ഷേപ്പിന് കണക്കായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു 1/4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയ കട്ടുകൾ മെയിനായിട്ട് ഈ ഒരു കർവ് വരുന്ന ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കാം. സ്റ്റിച്ചിന് കൊള്ളാണ്ട് നോക്കണം. ഈ പോയിന്റ് വരുന്ന ഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഈ തയ്യൽ തുമ്പ് ഇപ്പുറത്തേക്ക് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് നെയിൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ സൈഡിലൂടെ ഇങ്ങനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഹെം ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ സൈഡിലൂടെ നമുക്ക് ഈ ഒരു ക്യാൻവാസിന്റെ ആ ഒരു പീസ് നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ചെയ്തതുപോലെ തന്നെ ബാക്ക് കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഭാഗം എടുത്തിട്ട് അതിന്റെ സെന്ററിലേക്ക് നമ്മുടെ ഈ ഒരു ക്യാൻവാസ് വെച്ച് കൊടുത്ത് നമുക്ക് നെക്ക് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ബാക്ക് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിലേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നായിട്ട് നമ്മുടെ ആ ഫ്രണ്ട് ഭാഗം എടുക്കുക. ഫ്രണ്ട് ഭാഗത്തിന്റെ നല്ല വശം ഈ ഒരു ബാക്ക് വശത്തിന്റെ നല്ല വശത്തോട് ചേർന്ന് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു നെക്കിന്റെ പൊട്ട സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ചിനെ കണക്കാക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഷോൾഡറിന്റെ ലൈനും ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക.
എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഒരു വെച്ച ആ ഒരു ക്യാൻവാസിന്റെ പീസ് ഇതിന്റെ മുകളിലേക്ക് വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ നെക്കും നമുക്ക് ഇപ്പുറത്തെ ഷോൾഡറും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു സമയത്ത് ഇതിന്റെ കയ്യുമ്പൊക്കെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഭാഗം കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിനൊക്കെ ഇരുന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് മറിച്ച് വെച്ച് കൊടുക്കാം. നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നപ്പോഴും ഇതുപോലെയാണ് ഞാൻ ഇനി നമുക്ക് ഇതിങ്ങനെ നിവർത്തി കൊടുക്കാൻ നേരം ഇതുപോലെ നിവർത്തി കൊടുക്കാൻ നേരം നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണൂല. ഇതിപ്പോൾ ഫുൾ ലൈനിങ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു തയ്യൽ തുമ്പ് ഫുള്ളായിട്ട് കവറായിട്ട് പോയിട്ടുണ്ടാവേ. ഇനി നമുക്ക് ഈ ഒരു നെക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൂടി കൊടുക്കാം. അപ്പോൾ നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്, 2 നെക്കും. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ലീവ് എടുത്തിട്ട് ഇതിന്റെ സെൻറ്റർ പോർഷൻ ഒന്ന് നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുഴിച്ച് വെട്ടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം സ്ലീവ് ഒന്ന് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് തൊട്ടിട്ട് ചെറിയൊരു 1/2 ഇഞ്ച് നമുക്ക് കുഴിച്ച് വെട്ടി കൊടുക്കാമേ. ഇത്രയും 1/2 ഇഞ്ച് പോലെ നമ്മൾ കുഴിച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവ് ഇതുപോലെ ഒരു സ്ലീവ് എടുത്തിട്ട് നിവർത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാണ് ഇപ്പം നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുള്ള ഫ്രണ്ട് ഭാഗം വരേണ്ടത്. നമുക്ക് നമ്മൾ ടോപ്പ് എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗം ഈ ഒരു സൈഡിൽ വരണം. നല്ല വശം ചേർത്തിട്ട് ആദ്യം നമുക്ക് ഈ ഒരു സെൻറ്റർ പോയിന്റ് ഇങ്ങനെ ജോയിൻ ചെയ്ത് പിടിച്ചതിന് ശേഷം ഇങ്ങനെ കറക്റ്റാക്കി നമുക്കിതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ താഴെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോൾ നമുക്കിതാ നല്ല കർവായിട്ട് വരുന്നതായതുകൊണ്ട് ഒറ്റയടിക്ക് 2 മടക്കി സ്റ്റിച്ച് ചെയ്താൽ ചിലപ്പോൾ ചുളിവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ആദ്യം ഒരു മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചുളിവ് വരില്ല സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. നമുക്കിത് ഒന്നും കൂടി ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. കർവ് വരുന്ന ഭാഗങ്ങളിൽ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വിചാരിക്കും പിന്നെ ഭയങ്കര പണിയല്ലേ, ആദ്യം ഒരു മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുക്കണം, പിന്നെ രണ്ടാമത് സ്റ്റിച്ച് ചെയ്യണം, പണിയല്ലേ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ചെയ്യുന്നതാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ്. അതാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ അറിയാണ്ട് വലിച്ചു പോകും. അപ്പോൾ ഇടയ്ക്ക് ചുളിഞ്ഞിട്ട് നല്ല കർവ് വരുന്ന ഭാഗങ്ങളൊക്കെ ചുളിഞ്ഞിട്ടിരിക്കും. നമ്മൾ ഈ ഒരു 2 മടക്കി പിടിച്ച് മെല്ലനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമിനെക്കാളും കുറച്ച് ടൈമേ നമുക്ക് ഇങ്ങനെ ആദ്യം ഒരിക്കൽ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വെട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് സൈഡിൽ വെക്കാനുള്ള ഡോറ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് 1 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് എടുത്തിട്ട് സെൻറ്ററിലൂടെ മടക്കിയിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് 1/4 ഇഞ്ച് അകലത്തിൽ സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മുടെ ലൂപ്പ് ടേണർ ഇതിനുള്ളിലേക്ക് കയറ്റി വിട്ടിട്ട് ടേൺ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഡോറീസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ലൂപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് നീളത്തിലുള്ള ഇതുപോലുള്ള ചെറിയ പീസുകൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ലൂപ്പ് വെച്ച് കൊടുക്കാനായിട്ട് നമുക്ക് ബാക്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ടോപ്പ് എടുത്തിട്ട് നല്ല വശം പുറത്ത് കാണുന്ന രീതിക്ക് തന്നെ പിടിച്ച് ഇതുപോലെ സെൻറ്ററിലൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇത് ബാക്ക് വശമാണ്. എന്നിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 8 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് 4 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഈ 4 ഇഞ്ചിന് താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈനാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മുടെ സ്ലിറ്റ് വരുന്ന ആ ഒരു ഭാഗം വരെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 17 18 ഇഞ്ചോളം ഞാൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെയിം മാർക്കിങ് തന്നെ ഇപ്പുറത്തെ സൈഡിലും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1.5 ഇഞ്ച് ഇടവിട്ടിട്ട് ഓരോ പോയിന്റ്സ് അടയാളപ്പെടുത്തി കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ലൂപ്പ് എത്ര ഇഞ്ച് അകലത്തിലാണ് വെക്കേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ 1.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ലൂപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് ആ ഒരു ലൈനിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ 7 ലൂപ്പാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു 1/4 ഇഞ്ച് മാത്രം, ഞാനിപ്പോൾ ഇവിടെ വെച്ചത് കുറച്ചധികമായിട്ടുണ്ട്, അത് ഞാൻ പിന്നെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ജസ്റ്റ് ഒരു തുമ്പ് മാത്രം അവിടെ വിട്ട് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമ്മൾ ടക്കൊക്കെ ഇട്ട് കൊടുക്കില്ലേ ബാക്കിൽ, അതുപോലെ ഒരു ടക്ക് ഇട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ലൂപ്പിന് സ്റ്റിച്ച് വീടില്ലേ, ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് തന്നെ നമ്മൾ ഇനിയിപ്പം ടക്ക് ഇടുന്നതും കൂടി വരണം. അങ്ങനെ വന്നാലേ അതിൻ്റെ നീറ്റ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ ലൂപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നില്ല എനിക്ക്. ഇനി ഇതിലേക്ക് ഞാൻ ഇപ്പം തന്നെ വള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ആയാലും ഇട്ട് കൊടുത്താൽ മതി, സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഒന്നിൻ്റെ അകത്ത് എങ്ങനെ സിക്സാക്ക് പോലെ വരുന്ന രീതിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. സൈഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ടിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ 20 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഷേപ്പ് നമ്മൾ ഷേപ്പ് ചെയ്തിട്ടൊന്നും ഇതാക്കുന്നില്ല, നേരെ സ്ലിറ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്ലിറ്റിന് അവിടെ 10.5 ഇഞ്ച് വെച്ചിട്ടാണ് ഇങ്ങനെ 21 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുക ചെയ്യുന്നത്. ആ വള്ളി ഉള്ളതുകൊണ്ട് അത് ഷേപ്പിനെ കണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുത്താൽ മതിയല്ല. അപ്പോൾ ഇതാ സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരുന്ന രീതിക്ക് സ്ലിറ്റിൻ്റെ മാർക്കിംഗ് ആണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. 1 ഇഞ്ചാണ് സ്ലിറ്റ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയും. ഇനി നമുക്ക് സ്ലിറ്റ് നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലിറ്റും ചുരിദാർ ടോപ്പൊക്കെ സിമ്പിളായിട്ട് എങ്ങനെയാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യാന്നുള്ളതൊക്കെ മുന്നേ 2-3 വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ തന്നെ സ്ലിറ്റ് 2-3 ടൈപ്പ് ചെയ്യുന്നതും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാർട്ടിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ കൊടുത്തേക്കാം, അതൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമുക്കിത് വേഗം തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം താഴെ ഭാഗവും ലെങ്ത്തിന് കണക്കാക്കിയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ബാക്കിൽ ആ വള്ളിയൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കാനും പറ്റും. ഇപ്പോഴത്തെ ആ ഒരു മോഡലുമായി ഈ സ്ലീവും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമർ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ആക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും മോഡലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കൂടി കമൻ്റായിട്ട് പറയണം. അതേപോലെ നമ്മുടെ ഗിവ് അവേൻ്റെ കാര്യം ആരും മറന്നു പോകണ്ട കേട്ടോ. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ഗിവ് അവേ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അത്ര വരെ ബൈ.